ജൈവകൃഷി സമ്പ്രദായം ജില്ലയിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കണമെന്ന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞു. പടന്നക്കാട് കാർഷിക കോളേജിൽ ജൈവ ജില്ലയായി പ്രഖ്യാപിച്ച കാസർഗോഡ് നടപ്പിലാക്കേണ്ട കൃഷിരീതികളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക രംഗത്ത് ഇന്ന് അവലംബിക്കുന്ന പദ്ധതികളെ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നതല്ല ജൈവ കൃഷിരീതി വഴി ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടി.പി. രാജേന്ദ്രൻ പറഞ്ഞു. എൻഡോസൾഫാൻ ദുരന്തത്തെ തുടർന്ന് ജൈവ കൃഷി ജില്ലയായി പ്രഖ്യാപിച്ച കാസർഗോഡ് നടപ്പാക്കേണ്ട കൃഷിരീതി സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്പൂർണ്ണ മാറ്റം ആലോചിച്ചു വേണം നടപ്പിലാക്കാൻ. കർഷകൻ അവന്റെ കൃഷി സമ്പ്രദായങ്ങളിൽ മാറ്റം വരുത്തി രസായന പദ്ധതികൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. സഹകരണ ബാങ്കുകളുടെ സഹായം വഴി കർഷക കൂട്ടായ്മയിൽ തൃശൂരിലെ അടാട്ട് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന കൃഷിരീതി കാസർഗോട്ടും മാതൃകയാക്കണം അദ്ദേഹം നിർദ്ദേശിച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്റ്റ് സിസ്റ്റം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.